കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്ന ഇൻഫ്ലുവൻസർമാരിൽ ഒരാളാണ് ദിയ കൃഷ്ണ. ദിയയുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവെക്കുന്ന വീഡിയോകളെല്ലാം ട്രെൻഡിങ് ആകുന്നു. ഈ അടുത്താണ് ദിയ അമ്മയായത്. കുഞ്ഞിനൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ ആസ്വദിക്കുകയാണ് ദിയ കൃഷ്ണ. ഓമി എന്ന ഓമന പേരാണ് ദിയയും കുടുംബവും കുഞ്ഞിനെ വിളിക്കുന്നത്. കൃഷ്ണകുമാർ കുടുംബത്തിൽ ഏറെ കാലത്തിന് ശേഷം ജനിച്ച ആൺകുഞ്ഞാണ് ഓമി. കഴിഞ്ഞ ദിവസമായിരുന്നു ഓമിയുടെ നാലുകെട്ട്. കുഞ്ഞിൻ്റെ മുഖം ഇതുവരെ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ടില്ല. അധികം വൈകാതെ ദിയയുടെ കുഞ്ഞിനെ കാണാൻ പറ്റുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ആരാധകരെ പോലും ഹേറ്റേഴ്സും ദിയ കൃഷ്ണക്കുണ്ട്. ഒരു ഹേറ്ററുടെ വളരെ മോശം കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഈ കുഞ്ഞൊരു വർഷത്തിനുള്ളിൽ മരിക്കുമെന്നുൾപ്പെടെയുള്ള ക്രൂരമായ കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. ഈ കമൻറ്റിട്ട വ്യക്തിക്കെതിരെ വ്യാപക വിമർശനം വരുന്നുണ്ട്. കടുത്ത വിഷമമുള്ള മനസ്സാണ് അയാളുടേത്, മാനസിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു എന്നെല്ലാം വിമർശകരുണ്ട്. കുഞ്ഞിനെ സോഷ്യൽ മീഡിയയിൽ നിന്നും പരമാവധി മാറ്റി നിർത്തുന്നതാണ് നല്ലതെന്നും അഭിപ്രായങ്ങളുണ്ട്. ആരാധകരെ പോലെ ഹേറ്റേഴ്സും ദിയയ്ക്കും കുടുംബത്തിനുണ്ട്. ഈ സാഹചര്യത്തിൽ കുഞ്ഞിനെക്കുറിച്ചും നെഗറ്റീവ് കമൻറ്റുകൾ വരാനിടയുണ്ടെന്ന് നെറ്റിസൺസ് പറയുന്നു. വ്യൂവേഴ്സ് കുടുംബമല്ലെന്ന് എന്നാണ് ദിയയും മറ്റ് ബ്ലോഗേഴ്സും മനസ്സിലാക്കുക. സത്യത്തിൽ 90% ആളുകളും നിങ്ങളുടെ കമൻറ്റ് വിറക്കുന്നു. അതിനാൽ കുട്ടികളെയും അവരുടെ അമൂല്യമായ നിമിഷങ്ങളെയും സോഷ്യൽ മീഡിയയിൽ കാണിക്കാതിരിക്കുക എന്നാണ് ഒരാളുടെ കമൻറ്റ്. ഇൻഫ്ലുവൻസർമാരുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് സിനിമാ താരങ്ങളുടെ മക്കൾക്ക് ലഭിക്കുന്ന അതേ ജനശ്രദ്ധ ലഭിക്കുന്നുണ്ട്. സിനിമാ താരങ്ങളിൽ പോലും കുട്ടികളുടെ സ്വകാര്യത നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇൻഫ്ലുവൻസർമാർക്കിടയിൽ ഇതല്ല സാഹചര്യം. മക്കൾക്കൊപ്പമുള്ള നിമിഷങ്ങൾ ഇവർക്ക് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സിനെ തരുന്ന കണ്ടന്റാണ്. ഇത് വേണ്ടെന്ന് വെക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ചുരുക്കമാണ്. മക്കളുടെ സ്വകാര്യത കണ്ടന്റാക്കുന്ന എന്ന വിമർശനം ഏറ്റവും കൂടുതൽ നേരിടാറുള്ളത് പേളിമാനിക്കാണ്. ദിയ കൃഷ്ണയും ഭാവിയിൽ പേളിയുടെ പാത പിന്തുടർന്നേക്കുമോ എന്ന അഭിപ്രായമുണ്ട്. പ്രണയം, വിവാഹം, പ്രഗ്നൻസി, പ്രസവം തുടങ്ങിയ ജീവിതത്തിലെ ഒട്ടുമിക്ക വിശേഷങ്ങളും ദിയ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. കുഞ്ഞിനെയും യൂട്യൂബ് ചാനലിൽ നിന്ന് മാറ്റി നിർത്തില്ലെന്ന് ഉറപ്പാണ്. ദിയയുടെ പ്രശസ്തി ഭർത്താവ് അശ്വിൻ ഗണേഷിൻ്റെ സ്വകാര്യത പോലും ബാധിച്ചതാണ്. അതേസമയം സ്വകാര്യത വിഷയങ്ങളാണ് ദിയയുടെ കണ്ടന്റെങ്കിലും ഇത് സമൂഹത്തെ നല്ല മാറ്റങ്ങൾക്ക് പ്രചോദിപ്പിക്കുന്നുണ്ട്. ദിയയുടെ ഡെലിവറി ബ്ലോഗ് വലിയൊരു ജനശ്രദ്ധ നേടിയിരുന്നു. ട്രെൻഡിംഗ് ലിസ്റ്റിൽ വന്ന ബ്ലോഗ് പല ചർച്ചകൾക്കും തുടക്കം കുറിച്ചു. പ്രസവ സമയത്ത് ലേബർ റൂമിൽ ദിയയ്ക്ക് വീട്ടുകാരുടെ സാമീപ്യം ലഭിച്ചത് നിരവധി പേർ ചൂണ്ടിക്കാട്ടി. പ്രസവ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് ബോധവൽക്കരണമുണ്ടാക്കാൻ ദിയയുടെ ബ്ലോഗിന് കഴിഞ്ഞു. ആരാധകരും ഹേറ്റേഴ്സും ഇവർക്ക് ഒരുപോലെയുണ്ട്. എന്നാൽ ഈ അടുത്തായി താരകുടുംബത്തിന് ജനപ്രീതി കൂടുതലാണ്. ദിയയുടെ ബ്ലോഗ് എവിടെയാണെങ്കിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും. ഒരു കാരണവശാലും ഇത് കണ്ട് മോശകാര്യങ്ങൾ ഉണ്ടാകില്ലെന്ന് ദിയയുടെ പിതാവ് കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. മക്കളുടെ പ്രശസ്തിയെക്കുറിച്ചും ഇദ്ദേഹം സംസാരിച്ചു. തൻ്റെ മക്കളുടെയും ഭാര്യയുടെയും പേരിൽ ഇന്നറിയപ്പെടുന്നതിൽ സന്തോഷമുണ്ടെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. കൊച്ചുകുട്ടികൾ പോലും ഇന്ന് ഹൻസിക ചേച്ചിയുടെ അച്ഛനല്ലേ എന്ന് പറയുന്നു. എനിക്കൊരു അഡ്രസ്സ് കിട്ടുന്നതിൽ സന്തോഷമാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. എന്തായാലും ഇത് കുറച്ച് കടുപ്പാട്ടോ. ചെറിയൊരു കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ മരിച്ചു പോകുന്നൊക്കെ പറയാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരാളോട് ദേഷ്യം ഉണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് പറയാം, ഒരാളെ പറഞ്ഞ് വേദനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കടുപ്പായിപ്പോയി. എന്തായാലും ഒരു നോർമലുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ പറയൂല. കാരണം ഒരു സാധാരണ മനുഷ്യനെ എങ്ങനെയാലും നമ്മൾ ചിന്തിക്കും. നമ്മളിപ്പോൾ വേറൊരാൾ പറയുമ്പോൾ നമ്മൾക്ക് തന്നെ അനുഭവിക്കൂ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും, ഒരു പേടി ഉണ്ടാവും നമ്മൾക്ക്. എന്തായാലും നമ്മൾ എന്തൊക്കെ പറയുമ്പോൾ നമ്മൾ പഠിച്ചവനെ പേടിക്കണോ? കാരണം നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് തന്നെ എന്തെങ്കിലും തിരിച്ചു തരുമല്ലോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. എങ്ങനെയായാലും ഒരു നോർമൽ മനുഷ്യൻ എങ്ങനെയായാലും ഒരു പേടി അങ്ങനെ ഉണ്ടാവും. നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾക്ക് തന്നെ തിരിച്ചു കിട്ടും, എന്ത് പറഞ്ഞാലും ഇതാക്കിയാലും. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഉള്ളവരൊന്നും അങ്ങനെ പറയൂല. അപ്പോൾ ഇത് ശരിക്കും ഇത് ഒരു സത്യത്തിൽ ഒരു നോർമൽ ആയിരിക്കില്ല അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞത്.
പിന്നെ ചിലരുണ്ടാവും എങ്ങനെയാലും ഒരു പഠിച്ചോനെ എന്നൊരു പേടിയില്ലാത്ത ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറയൂ ഒരു ദേഷ്യത്തിലവരോട് എന്തെങ്കിലും ദേഷ്യമോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്ത ഉണ്ടാകുമ്പോൾ ഒരു ദേഷ്യമേ അങ്ങനത്തെ ഓരോരോ ഇതാവുമ്പോൾ ഓര് അങ്ങനെ പറഞ്ഞെടുക്കും അവർക്ക് അവർ വേദനിക്കട്ടെ എന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ അവിടെ പറഞ്ഞെടുക്കും. ചില മനുഷ്യരുടെ സ്വഭാവമാണത്. അത് പിന്നെ മാറ്റിയെടുക്കാനൊന്നും പറ്റൂല. അങ്ങനത്തെ ഓരോരോ എന്താ എന്താ ഇപ്പോൾ പറയുക. എന്തായാലും എനിക്ക് ദിയനെയും കുടുംബത്തിനെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അവരുടെ ആ ഫാമിലി ഇഷ്ടമാണ്. നല്ല സ്നേഹമുള്ളൊരു ഫാമിലി പോലെയാണ് എനിക്ക് തോന്നൽ. എനിക്ക് ആ 4 സഹോദരിമാരും അമ്മയും അച്ഛനും അവരൊക്കെ എത്ര നല്ല സ്നേഹത്തോടു കൂടിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ ഫാമിലീനെ.